ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്സ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റം കേട്ടോ ഈ പൊരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ചിക്കനൊന്നുമല്ല, ചിക്കൻ്റെ അതേ ടൈപ്പിൽ ചിക്കൻ കഴിക്കണ അതേ ടേസ്റ്റിലുള്ള ഒരു വിഭവമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒക്കെ ഇടിച്ചക്കൻ്റെ സീസണാണല്ലോ. അപ്പോൾ ഇടിച്ചക്ക കിട്ടുമ്പോൾ ആരും ഒന്ന് മിസ് ചെയ്യരുത്, ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇടിച്ചക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൂ അതൊന്ന് കറുമുറ എന്നുള്ള രീതിയിൽ നമുക്ക് പൊരിച്ച് കിട്ടുക. അപ്പോൾ ഇത് കണ്ടോ, കനം കുറച്ചിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇനി നമുക്കതിലേക്കുള്ള ഒരു മസാല ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അത് നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിവിടെ 3/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ, ചെറിയ മക്കളും ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇട്ട് കൊടുത്തത് അരിപ്പൊടിയാണ് കേട്ടോ. ഒരു അര കപ്പ് അരിപ്പൊടി, അതുപോലെ ചിക്കൻ മസാല. പിന്നെ ഞാനൊരു 1.5 സ്പൂണ് കോൺഫ്ലവറും പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ കോൺഫ്ലവറും പൊടിയും കൂടി ഇട്ടിട്ട് ഇനി അതിലേക്ക് ഒരു ഹാഫ് നാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൽ ഒരല്പം കളർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും നല്ല കളർ ഇട്ടും കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനൊരു ലേശം കളർ ഒഴിച്ചിട്ടുണ്ട്. കാണാനൊരു ഗ്ലാമറിനാണ്, ഒട്ടും അത് ആവശ്യമില്ല. അപ്പം എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചിക്കനൊക്കെ എങ്ങനെ മസാല തേക്കുക അതേമാതിരി തന്നെ കേട്ടോ. ഇനി ആ മസാലയ്ക്ക് നമ്മളെ ഇടിച്ചാക്ക ഈ കട്ട് ചെയ്ത് അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് ആ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇടിച്ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് നോക്കൊണ്ടു. അതിന് ഞാൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. നമ്മൾ ഉപ്പേരിക്ക് നുറുക്കണ കൂട്ടത്തിൽ ഒരു പിടി വാരി വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുള്ളൂ. അപ്പോൾ എന്നിട്ട് എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുക. പെട്ടെന്ന് ഇത് മുരിഞ്ഞ് കിട്ടും. കാരണം ചെറിയ ചെറിയ പീസാവുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ആയി കിട്ടും. നല്ല ടേസ്റ്റാണ്. ഏകദേശം ആ ചിക്കനൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റത്തതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ. അതായത് മുരിഞ്ഞ് കിട്ടുമ്പോഴുള്ള ആ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് ആവുമ്പോൾ നമ്മൾ മാങ്ങിക്കത് കണ്ടോ, ഉള്ളിയൊക്കെ കൂട്ടി ചിക്കൻ കഴിക്കണ മാതിരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇടിച്ചക്ക കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തത്, വീഡിയോ ഒക്കെ ലൈക്ക് തരാൻ ആരും മറക്കരുത്. ഇതുപോലുള്ള നല്ല 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 സ്നാക്സ് വീഡിയോയും റെസിപ്പികളൊക്കെ ആയിട്ട് വേണ്ട. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.